ഹായ്, എല്ലാവരുടെയും ഈദൊക്കെ അടിപൊളിയായിരുന്നോ? അപ്പോൾ ഞങ്ങൾക്കിത് ഈദിൻ്റെ തലേന്ന് മഗ്‌രിബ് കഴിഞ്ഞ ടൈമാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഒരു ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പപ്പ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 3 ചിക്കൻ ഫ്രൈ ചെയ്യാനും പിന്നെ കറി വെക്കാനും ഒക്കെ പാടെ കൊണ്ടുവന്നത്. തറവാട്ടിലായിരിക്കും കേട്ടോ ഞങ്ങളുടെ ഈദ്. ഉമ്മച്ചിയും പപ്പയും അവിടെ ആയതുകൊണ്ട് ഞങ്ങളും എല്ലാവരും കൂടിയും അവിടെയാണ് ഞങ്ങൾ എല്ലാം ഫുഡ് വെക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുക. രാവിലെ മുതൽ അവിടെ ഇരിക്കും. അപ്പോൾ അത് ചിക്കനൊക്കെ കഴുകി ഫ്രൈ ചെയ്യാനുള്ളതും കറി വെക്കാനുള്ളതൊക്കെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചിക്കൻ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ പാർട്സ് വേറെ എടുത്ത് വെച്ചിട്ടാണ് ഫ്രിഡ്ജിൽ. എന്താണെന്ന് വെച്ചാൽ അത് ഇടയ്ക്കെടുത്തൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാമല്ലോ. പിന്നെ ഇത് രാവിലത്തേക്കാണ് ചിക്കൻ. ഉച്ചക്കലത്തേക്ക് ഫിഷായിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാനും ഉമ്മച്ചിയും കൂടി സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ അതൊക്കെ നന്നാക്കി. പിന്നെ ചിക്കൻ കറി ഞങ്ങൾ തലേന്ന് വെച്ച് വെക്കും രാവിലത്തേക്കുള്ളത്. പിന്നെ പപ്പ പൊറോട്ടയും കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സവാള നന്നാക്കി വേഗം കറി വെക്കാൻ വെച്ചിട്ടാണ്. പിന്നെ അതേ ചിക്കനും മീനും മസാലയൊക്കെ പെരട്ടി ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാവിലെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ പണിയൊക്കെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ അപ്പമാണ് കേട്ടോ. അപ്പത്തിന് അരച്ച് വെച്ച് അരി. പിന്നെ എല്ലാം കഴിഞ്ഞ് ഫുഡിങ്ങും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞ് ഒരു 11:30 ആയപ്പോഴാണ് ഞങ്ങൾ മൈലാഞ്ചി ഇടാനൊക്കെ ഇരിക്കുന്നത്. മിച്ചുമോൾക്ക് ആദ്യം ഇട്ട് കൊടുത്ത്. ഞങ്ങളുടെ ഫാമിലിയിലെ ഏക പെൺതരിയുണ്ട് മിച്ചുമോൾ. അപ്പോൾ അവൾക്ക് മാത്രമാണ് മൈലാഞ്ചി ഇടാനൊക്കെ. ആൺപിള്ളേർക്ക് പിന്നെ മൈലാഞ്ചി ഒന്നും ഇടൂലല്ലോ. മിച്ചുമോൾക്ക് 2 കയ്യിലും മണവാട്ടിയെ പോലെയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ ഇട്ട് കൊടുക്കാനായിട്ട് നല്ല പണിയാണ്. ഇങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ 2 ഒച്ചയൊക്കെ എടുത്ത് പേടിപ്പിച്ചൊക്കെ അവിടെ ഇരുത്തും. അപ്പോൾ അത് 2 കയ്യിലും അവളുടെ മൈലാഞ്ചി ഇടലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ സിമ്പിളായിട്ടൊരു ചെറിയ ഡിസൈനും ഇട്ട് ഒരു 12:30 ആയപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞത്. വലിയ പിന്നെ നമുക്ക് നേരത്തെ തന്നെ അടുക്കളയിൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് ഒരു കുളിയൊക്കെ പാസ്സാക്കി. പിന്നെ മെയിനായിട്ട് ഡ്രസ്സൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തില്ല. ഞാൻ എൻ്റെ ടീഷർട്ട് ഇവന്മാർക്ക് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ എടുത്തതാണ്. ഈ ടീഷർട്ട് എനിക്ക് മാത്രമായിട്ടാണ് എടുത്തെങ്കിലും ഞങ്ങളിവിടെ മാറിയൊക്കെ ഇടും കേട്ടോ. ഞാനും ഇക്കാക്കയും പിള്ളേരും. അഫ പിന്നെ ചെറുതായതുകൊണ്ട് പറ്റൂല. തറവാട്ടിലേക്ക് ചെന്നപ്പോൾ ഉമ്മച്ചി ഇതേ പരിപ്പ് വറുത്തുകൊണ്ടിരിക്കുകയാണ് പായസത്തിനുള്ളത്. പിന്നെ ചിക്കൻ കറി ഇന്നലത്തെ അതേ ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയായി ഇന്നലെ വെച്ച ചിക്കൻ കറി. പിന്നെ എല്ലാം അവിടെ തന്നെ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പായസമൊക്കെ റെഡിയാക്കണമെങ്കിൽ ടൈം എടുക്കുമല്ലോ. അപ്പോൾ മീനും ചിക്കനും ഞാൻ ഇപ്പുറത്തേക്ക് എടുത്തിട്ട് വന്നിട്ട് മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാക്കയുടെ 3 പണിക്കാർ ചോറ് ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ചിക്കൻ കറി ഇത്തിരി ഇവിടെ വെക്കാമെന്ന് വിചാരിച്ച് സവാളയൊക്കെ വാട്ടാൻ വെച്ചിട്ടാ. അപ്പോഴത്തേക്കും എല്ലാവരും പള്ളിയിൽ നിന്നൊക്കെ വന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ റെഡിയാക്കി കൊണ്ടുവച്ച്. പിന്നെ കഴിച്ചതൊക്കെ എല്ലാവരും ഒരുമിച്ചൊന്നുമല്ല. പിള്ളേർക്കൊന്നും അപ്പോൾ വിശക്കുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ കഴിക്കാനിരുന്നു. ഇക്കാക്ക എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഉമ്മച്ചിയാണെങ്കിൽ പായസം റെഡിയായിട്ടേ ചായ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതേ പായസത്തിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കേണ്ട. തേങ്ങയൊക്കെ ഞങ്ങൾ തലേന്ന് ചിരണ്ടി വെച്ചതുകൊണ്ട് പിന്നെ അത് അടിച്ച് പാലെടുത്താൽ മതിയായിരുന്നു. പിന്നെ അതേ പായസമൊക്കെ നന്നായിട്ട് തിളപ്പിച്ചൊക്കെ വെച്ച് പിന്നെ അതൊന്ന് കശുവണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് വറുത്തെടുക്കണമല്ലോ. അപ്പോൾ അത് കഴിച്ച് ഉമ്മച്ചിക്ക് ആ പായസം റെഡിയാക്കി അത് ചൂടാറി എല്ലാവർക്കും പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുമ്പോൾ ഒരു ഗ്ലാസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇത്രയും പെട്ടെന്ന് റെഡിയാക്കണത്. അപ്പോൾ അതേ താളിച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പാൽ ചായ തിളപ്പിക്കണമായിരുന്നു. ഇവിടെ പിള്ളേർക്കൊക്കെ പാൽ ചായ വേണം. തറവാട്ടിലെല്ലാവർക്കും കട്ടൻ ചായ മതി കേട്ടോ. ഞങ്ങൾക്ക് പിള്ളേർക്കും ഇവിടുത്തെ തറവാട്ടിലെ പിള്ളേർക്കും പാൽ ചായ, എനിക്കും പാൽ ചായ വേണം. അപ്പോൾ ഞങ്ങളതൊക്കെ തിളപ്പിച്ച് പിന്നെ ഞാനും ഉമ്മച്ചിയും തസ്നിയും കൂടി ഇതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിരുന്നു. അപ്പോഴേക്കും പിന്നെ ഇക്കാക്കയും വന്നിരുന്നു. പിന്നെ ഇക്കാക്കും കൊടുത്ത്. അപ്പോൾ പെരുന്നാളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി കൂടി വന്നിട്ടാണ്. ഇതേ ഇക്കാക്ക പള്ളിയിൽ നിന്ന് വരുമ്പോൾ അവിടെ ഒരു പ്രാവിൻ്റെ കുഞ്ഞ്. അപ്പോൾ അതിനെ ഇക്കാക്ക എടുത്തിട്ട് വന്നിട്ട് ഇവിടെ ഒരു കൂടുണ്ടായിരുന്നു, അതിൽ കൊണ്ടിട്ടതാണ്. അത് കഴിഞ്ഞ് ഉമ്മച്ചിയുടെ സ്പെഷ്യൽ ഇഞ്ചിക്കറിയൊക്കെ ഉമ്മച്ചി റെഡിയാക്കി അടുക്കളയിൽ നിന്ന്. ഉമ്മച്ചിയുടെ ആ ഒരു കറി റെഡിയാക്കിയിട്ട് ഉമ്മച്ചി പിന്നെ നിസ്കരിക്കാനൊക്കെ പോയി. ഞാനും തസ്നീടിയായിരുന്നു പിന്നെ ഞങ്ങളുടെ ടൈമാണ് കിച്ചണിൽ.
ചോറ് റെഡിയാക്കലും മസാല. അപ്പോൾ ഫിഷിൻ്റെ മസാലയാണ്, ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് അതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കി. പിന്നെ ചിക്കൻ പൊരിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പൊരിച്ചെടുക്കാൻ അടുപ്പത്ത് വെച്ച് വിറകടുപ്പിലാണ് വെച്ചത്. പിന്നെ ഒക്കെ റെഡിയാക്കി ഊണൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവച്ച് എല്ലാവരെയും വിളിച്ച് ഫുഡൊക്കെ കഴിക്കാനിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഞങ്ങളുടെ ഈദ്. കുറച്ച് വൈകി വീഡിയോ വരാനായിട്ട്, വോയിസ് ഓവറൊക്കെ കൊടുക്കാനായിട്ട് കുറച്ച് ടൈം എടുത്തതാണ്. പിന്നെ എല്ലാവരും അത് കഴിഞ്ഞിട്ട് ഓരോ ഗ്ലാസ് പായസമൊക്കെ കുടിച്ച് അങ്ങനെ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്.